നിങ്ങൾ ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമ കണ്ടിട്ടുള്ളവരാണോ? ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം അതെന്നും ഫ്രഷ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ മലയാള സിനിമയോ മലയാള താരങ്ങളെയോ സ്ഥിരമായി ഫോളോ ചെയ്യാത്ത ഒരാൾക്ക് ഈ സിനിമ കാണിച്ചിട്ട് ഇത് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ സിനിമയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവരത് വിശ്വസിക്കാനാണ് സാധ്യത. അതിന് കാരണം 2014 ഇറങ്ങിയ ഈ സിനിമ അതിൻ്റെ കൂടെ ഇറങ്ങിയ സിനിമകളെക്കാളും അതിൻ്റെ മുമ്പ് ഇറങ്ങിയ സിനിമകളെക്കാളും ഒരുപാട് മേക്കിങ്ങിലൊക്കെ യുണീക്കായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഫ്രണ്ടിലോട്ട് വന്നിരുന്നു. ഇതിൻ്റെ ഒപ്പം ഇറങ്ങിയ സിനിമകളായിട്ടുള്ള മമ്മൂട്ടിയുടെ വർഷം, അതേപോലെ തന്നെ ദിലീപിൻ്റെ അവതാരം എന്നീ സിനിമകളൊക്കെ ഇന്ന് വീണ്ടും കാണുമ്പോൾ ഓക്കെ, ഇത് കുറച്ച് മുമ്പത്തെ ഒരു സിനിമയാണല്ലോ എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് വരുന്നത്. എന്നാൽ ബാംഗ്ലൂർ ഡേയ്സ് സ്റ്റിൽ യൂണീക്കായിട്ട് തന്നെ ഇരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തൊക്കെയായിരിക്കാം അതിൻ്റെ കാരണങ്ങൾ? പ്രധാനമായും അഞ്ജലി മേനോൻ്റെ ഈ പടത്തിൻ്റെ മേക്കിംഗ് ആണ്. ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും എല്ലാം തന്നെ അന്ന് കാലത്തിന് ഒരുപാട് മുമ്പോട്ട് നിൽക്കുന്ന ഒരു ഫ്രഷ് എലമെൻറ്റ് തന്നെയായിരുന്നു. കാരണം ദുൽഖർ സൽമാൻ, നസ്രിയ, അതേപോലെ തന്നെ നിവിൻ പോളി, ഫഹദ് ഫാസിൽ, ഈ ഒരു കോംബോ ഹിറ്റായ കോംബോ ആണെങ്കിൽ പോലും വേറൊരു പടത്തിലും ഈ കോംബോ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. സാധാരണ മലയാളത്തിലുള്ള ഒരു ടെൻഡൻസിയാണ് ഒരു കോംബോ അല്ലെങ്കിൽ ജനപ്രീതി നേടിയാൽ അല്ലെങ്കിൽ ഒരു കോംബോയുടെ ഒരു മൂവി ഹിറ്റായി കഴിഞ്ഞാൽ അവരെ വെച്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് സിനിമകൾ എടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. സോ അങ്ങനെ പിന്നീട് അവർ പ്രായം ചേർന്ന് വന്നതിന് ശേഷം അവരുടെ സെയിം കോംബോയുള്ള മറ്റ് സിനിമകളൊന്നും ഇറങ്ങാത്തത് ആ പടത്തിന് ഇന്ന് യൂണീക്കായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമുക്ക് സിനിമ കാണുമ്പോൾ പഴക്കം തോന്നുന്ന മറ്റ് ചില എലമെൻസാണ് ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ വാഹനങ്ങൾ. ഇപ്പോൾ ബാംഗ്ലൂർ എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദുൽഖർ സൽമാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം റെട്രോ അല്ലെങ്കിൽ സ്പോർട്സ് മോഡൽ ബൈക്സ് ആണ്. ഈ വണ്ടികളും കാറുകളും എല്ലാം തന്നെ അന്നും റെട്രോയാണ്, ഇന്നും റെട്രോയാണ്. അതുകൊണ്ട് തന്നെ ആ പടത്തിന് അത് അന്നും ഇന്നും ഒരു ഫ്രഷ് എലമെൻറ്റ് നൽകുന്നുണ്ട്. വേറൊരു ഘടകം ഈ സിനിമയിലെ നായികയായിട്ടുള്ള പാർവതി തിരോധ ഉപയോഗിക്കുന്ന വീൽ ചെയറാണ്. നമ്മുടെ മനസ്സിലൊക്കെ വീൽ ചെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വേറൊരാളുടെ സഹായത്തോടു കൂടി ഉന്തിക്കൊണ്ടുവന്ന വീൽ ചെയറുകളായിരുന്നു. സ്വയം മോട്ടോർ ഉപയോഗിച്ച് കറങ്ങുന്ന വീൽ ചെയർ നമ്മൾ ആദ്യമായിട്ടാണ് അന്ന് കാണുന്നത്. അത് ഇന്ന് കാണുമ്പോഴും ഒരു ഫ്രഷ്നെസ് എലമെൻറ്റ് സിനിമയ്ക്ക് നൽകുന്നു. ആകെ എനിക്ക് സിനിമ കാണുമ്പോൾ പഴക്കമുള്ളതായി തോന്നുന്നത് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള 2-3 മൊബൈൽ ഫോൺസ് മാത്രമാണ്. ദുൽഖർ സൽമാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണെങ്കിലും ഫഹദ് ഫാസിൽ നസ്രിയയ്ക്ക് സമ്മാനിക്കുന്ന മൊബൈൽ ഫോണാണെങ്കിലും എല്ലാം തന്നെ അന്നത്തെ കാലത്തെ ടെക്നോളജി അല്ലെങ്കിൽ അന്ന് കാലത്ത് പോപ്പുലർ ആയിട്ടുള്ള മൊബൈൽ ഫോൺസാണ്. അതിൽ നിന്നെല്ലാം മൊബൈൽ ഫോൺ ടെക്നോളജി ഇന്ന് ഒരുപാട് മാറി എന്നുള്ളതും ഈ സിനിമ കാണുമ്പോൾ ഇത് അന്ന് ഇറങ്ങിയ സിനിമയാണല്ലേ എന്ന് നമുക്ക് തോന്നുന്നത്. എന്താണ് ബാംഗ്ലൂർ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ.